അൽഹംദുലില്ലാ. നമ്മൾ റൂമിൽ നിന്ന് ജാമിഅത്തുൽ അസ്ഹറിലേക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും ഈ ഖലഅത്തു സലാഹുദ്ദീൻ ഇബ്രാഹിമിനെ കാണാറുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ വരണമെന്നത്. അൽഹംദുലില്ലാ, ഇന്ന് നമുക്ക് ലീവായിരുന്നു, അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റി. വീക്ക്ലി 5 days ആണ് ക്ലാസ്. ഫ്രൈഡേയും സാറ്റർഡേയും ലീവാണ്. ഇന്ന് നമുക്ക് തേഴ്സ്ഡേയും ലീവ് ഉണ്ടായിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ലീവുള്ള സമയത്തൊക്കെ നമുക്കിങ്ങനെ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ അതിലെ വിഷ്വൽസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈജിപ്തിലെ കൈറോയിലെ സയ്യിദ ആയിഷ എന്ന പ്രവിശ്യയിലെ ബൈബാനി എന്ന സ്ഥലത്താണ് നമ്മുടെ റൂം. അവിടെ നിന്നും സയ്യിദ ആയിഷയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ പോകാനുദ്ദേശിച്ച ഖലഅത്തു സലാഹുദ്ദീൻ അയ്യൂബ് അവറുകളുടെ കോട്ടയുള്ളത്. നമ്മൾ നേരത്തെ വന്ന് സയ്യിദ ആയിഷയിലേക്ക് എത്തി. പക്ഷേ നമ്മുടെ കൂട്ടുകാരൻ സയ്യിദ് അജ്മൽ ജീലാനി തങ്ങളെത്താൻ വൈകി. അതുകൊണ്ട് തന്നെ നമ്മൾ തങ്ങളെ കാത്ത് അവിടെ തന്നെ നിന്നു. അല്പനേരം വെയിറ്റ് ചെയ്തപ്പോൾ സയ്യിദ് അജ്മൽ ജീലാനി തങ്ങൾ നമ്മളിലേക്ക് വന്നെത്തി. എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്ന് അവർ കാരണം തിരക്കി. അങ്ങനെ കുറച്ചു നേരം നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്നും നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സലാഹുദ്ദീൻ അയ്യൂബിന്റെ കോട്ടയുടെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് എത്തി. എല്ലാവരെയും കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് അവർ കടത്തിവിടുകയുള്ളൂ. നമ്മളെയും ചെക്ക് ചെയ്ത് അകത്തേക്ക് നമ്മൾ കടന്നു വന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് വേണം നമുക്ക് സലാഹുദ്ദീൻ അയ്യൂബിന്റെ കോട്ടയിലേക്ക് നടന്നു പോകാൻ. അതിന്റെ ഗാർഡനാണ് തൊട്ട് മുമ്പിൽ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ മുമ്പിൽ നടന്നുകൊണ്ട് പോകുന്ന 2 ആളുകളെ നിങ്ങൾക്ക് കാണാം. അവർ നമ്മുടെ കൂട്ടത്തിൽ വന്ന ആളുകൾ തന്നെയാണ്. ഇവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് ഉള്ളിലേക്ക് കടന്നു പോകാനായിട്ട്. ഉള്ളിലേക്ക് കയറാനായിട്ട് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് വെറും 30 പൗണ്ട് മാത്രമേ കൊടുക്കേണ്ടി വന്നുള്ളൂ. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റീൻ്റെ ഇഫാദ കാണിച്ചത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കൺസിഡറേഷൻ ലഭിച്ചത്. അല്ലെങ്കിൽ 275 പൗണ്ട് വരെ നമുക്ക് പേ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ടിക്കറ്റ് കൊണ്ടുവന്ന് നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്കൊക്കെ ടിക്കറ്റ് വിതരണം ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു പള്ളിയുടെ മുന്നിൽ ചെന്നെത്തി. നമ്മുടെ കൂടെയുള്ള ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പള്ളിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. അത് രാജാവായിരുന്ന സുൽത്താൻ നാസിർ മുഹമ്മദ് ഇബ്നു ഖലാവൂൻ അവറുകളുടെ പേരിലുള്ള പള്ളിയായിരുന്നു. ആ രാജാവിനെ കുറിച്ചും ഈ പള്ളിയെക്കുറിച്ചുമുള്ള വിവരമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോട്ടക്കുള്ളിൽ ഒരുപാട് പള്ളികളുണ്ട്. അതിൽപ്പെട്ടൊരു പള്ളിയാണ് ഇത്. കല്ലുകൾ കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. തികച്ചും ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പള്ളിയുടെ ഉള്ളിൽ വെച്ച് ഉണ്ടായത്. ഈ കോട്ടക്കുള്ളിലുള്ള ഓരോ പള്ളികളുടെ നിർമ്മാണങ്ങളും മനോഹരമായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് മറ്റൊന്നിന് മെച്ചമെന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മളെ നാട് അപേക്ഷിച്ച് മിമ്പർ വളരെയധികം ഉയരത്തിലായിട്ടാണ് കാണുന്നത്. കുറേ കാലമായി ഇവിടെ അതുപോലെ ജമാഅത്തൊക്കെ നടന്നിട്ട് എന്നാണ് ഇവിടുത്തെ ഈ ഒരു പരിസരം കണ്ട് തോന്നുന്നത്. ഇപ്പോൾ ഇത് വിനോദസഞ്ചാരികൾക്ക് കടന്നു വന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ 2 ഉദ്യോഗസ്ഥരെ ഞാൻ കാണാനിടയായി. അപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവർ പറഞ്ഞു അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇന്ത്യക്കാരെ വലിയ ഇഷ്ടമാണെന്ന് അവർ പറയുന്നുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ കുറെ നടന്ന് ഇതിന്റെ മുകളിലെ ഭാഗത്തിലേക്ക് എത്തി. വളരെ മനോഹരമായിട്ടുള്ള കോട്ടയാണ്. നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാനായിട്ട് സാധിക്കും. ഈജിപ്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഖലഅത്തു സലാഹുദ്ദീൻ അയ്യൂബ്.
ما اسمك؟ 1 اسمك؟ 3 إيس. Acer. من أين أنت؟ അങ്ങനെ ഉള്ളിടത്ത് ഇറങ്ങി ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കണം. ബാങ്ക് കൊടുത്തതേ ഉള്ളൂ. ഇതാണ് മെയിൻ പള്ളി. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിനോദസഞ്ചാരികൾ നമുക്കിവിടെ കാണാനായി സാധിക്കും. ഈ പള്ളിയുടെ ഉൾവശം നോക്കിയാലും വളരെ മനോഹരമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പള്ളിയുടെ ഇരു കോർണറുകളിലായി നിസ്കരിക്കാനുള്ള സൗകര്യവും ഇവിടെ നമുക്ക് കാണാനായി സാധിക്കും. ഇൻഷാ അല്ലാഹ് തൽക്കാലത്തിന് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ദുംതും അലാ ഖൈർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.